ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ കൊന്നൊടുക്കരുത്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നൊടുക്കരുത്. പ്രസവിച്ച എന്റെ സഹോദരിമാരെന്നെ കേൾക്കുന്നുണ്ടല്ലോ, ഗർഭിണികളായ സഹോദരിമാരെന്നെ കേൾക്കുമല്ലോ. അതല്ലെങ്കിൽ നാളെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാ ഗർഭം ധരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, മനസ്സിന്റെ ഉള്ളറകളിൽ കോറിയിടേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി എന്തെന്നറിയോ? നമുക്ക് അല്ലാഹു ഒരു കുഞ്ഞ് തന്നാൽ, നമ്മുടെ വയറ്റിൽ ഒരു പ്രിയപ്പെട്ട കുഞ്ഞിനെ അല്ലാഹു തആല തന്നാൽ, അത് കിട്ടാത്ത എത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ടെന്നറിയോ? ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ 10 ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ട് പല ചികിത്സയും നടത്തിയിട്ട് കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരു കുടുംബം ദ്വാരക്കണമെന്ന് പറഞ്ഞു വസിയത്ത് ചെയ്തു. അല്ലാഹുവേ, അവർക്ക് സാലിഹീങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണേ അല്ലാ. ഇല്ലാത്ത മക്കളില്ലാത്തവർക്ക് അതിന്റെ വേദന അറിയോളൂ. പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് നീ മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്കിപ്പോ ഇത് വേണ്ടായിരുന്നെന്ന്. ഇങ്ങനെ ഒരു കുഞ്ഞിപ്പോ വേണ്ടായിരുന്നെന്ന് നീ ചിന്തിച്ചു പോയാ ആ ചിന്ത പോലും പ്രിയപ്പെട്ടവരെ ട്രാൻസ്മിറ്റർ വഴിയിട്ട് കുഞ്ഞിന് എത്തിച്ചു കൊടുക്കുന്നു. ശാസ്ത്രം കണ്ടെത്തിയതാണ്. ഈ കുഞ്ഞിപ്പോ വേണ്ടായിരുന്നു എന്ന് ഉമ്മ ചിന്തിക്കുന്ന ചിന്ത പോലും ആ പള്ളയിൽ കിടക്കുന്ന കുഞ്ഞറിയുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചല്ലോ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഗർഭിണിയാകുമ്പോ കുഞ്ഞുങ്ങൾ വയറ്റിൽ ചുമന്നുകൊണ്ട് നിൽക്കുമ്പോ അള്ളാന്റെ ഖുർആൻ ധാരാളമായിട്ട് ഓതണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വയറ്റിൽ കിടന്ന് സർവ്വതും കേൾക്കുമെന്നല്ലേ? കാലങ്ങളിൽ നഫീസത്ത് മാല പാടിയിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് ഏത് നഫീസ എന്ന് ചോദിച്ചിട്ട് ആളുകൾ വരാൻ തുടങ്ങിയപ്പോ, സഹോദരങ്ങളെ, പണ്ട് കാലങ്ങളിലുള്ള പ്രസവത്തിന്റെ കഥകൾ കേട്ടിട്ടുണ്ട്. വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസവ വേദന വരും. ആ കയറിനെ ഏതെങ്കിലും മരത്തിൽ കെട്ടിയിട്ട് പോയി പ്രസവിച്ച് വന്നിട്ട് ബാക്കി വെള്ളം കോരിയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പേറ്റുനോവിന്റെ വേദന വരുന്നത്. ആ സമയത്ത് ആ ചട്ടിയെടുത്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വീട്ടിനകത്ത് പോയി പ്രസവിച്ചതിന് ശേഷം ബാക്കി വന്നിട്ട് വീണ്ടും അപ്പം ചുടുന്ന ഉമ്മമാരുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നറിയോ? ആ കാലഘട്ടത്തിൽ അവർ അങ്ങനെയാണ് ജീവിച്ചത്. ഇന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതിനെ ചുട്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പോലും വകവെക്കാതെ ഒരു പെണ്ണ് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ 1-ാം മാസം മുതൽ ബെഡ് റെസ്റ്റ് ആണ്. 1-ാം മാസം മുതൽ പെണ്ണിന് ബെഡ് റെസ്റ്റ് ആണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണേ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇപ്പൊ വേണ്ടെന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. ശാസ്ത്രം കണ്ടെത്തിയത് നിങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്നത് പോലും ട്രാൻസ്മിറ്റർ വഴിയിട്ട് ആ കുട്ടിക്കല്ല എത്തിച്ചു കൊടുക്കുകയാണ്. ആ കുഞ്ഞിന് നിങ്ങളോട് വൈരാഗ്യം തോന്നും. പ്രസവിച്ചു വന്നാലും നിങ്ങളോട് വല്ലാത്ത വാശി തോന്നും. അതുകൊണ്ട് പിറക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത പരിശുദ്ധ ഇസ്ലാം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലും മനുഷ്യന് മാനവിക നന്മയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഒന്നാമതാകട്ടെ പിറക്കാനുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ, ഇനി രണ്ടാമതാകട്ടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത് ഇസ്ലാമാണ്. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത് ഇസ്ലാമാണ്. അറിയുമോ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഒരു കാരണവശാലും നിങ്ങൾ തമ്മിൽ തല്ലാൻ പാടില്ല. നിങ്ങൾ പരസ്പരം കൊല നടത്താൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊല ചെയ്യാൻ പാടില്ല. ഇന്ന് ചാവുന്നവൻ അറിയില്ല എന്തിന് താൻ ചത്തുപോയെന്ന്. കൊല്ലുന്നവൻ അറിയില്ല താൻ എന്തിനാണ് അവനെ കൊന്നതെന്ന്. കൊല്ലിക്കുന്നവൻ അറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് അവനെ കൊല്ലിച്ചതെന്ന്. അങ്ങനെ ഒരു കെട്ട കാലത്തല്ലേ സഹോദരങ്ങള്. ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ എന്ന് പറയുന്ന ക്ഷേത്രത്തിനടുത്ത് ജാറത്തിങ്കൽ എന്ന് പറയുന്ന പ്രവിശാലമായ ഒരു മസ്ജിദിന്റെ ആ പരിശുദ്ധമായ സദസ്സിലാ ഞാൻ പ്രസംഗിച്ചത്. അവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഒരു പാവപ്പെട്ട ഉമ്മ ആമിന ബീവി എന്ന ഉമ്മയെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് കത്തി കൊണ്ടുവന്ന് കഴുത്തിൽ കുട്ടിയിട്ട് രണ്ടാമത് വീണ്ടും കത്തികൊണ്ട് ഉമ്മയുടെ നെഞ്ചത്തേക്ക് കുട്ടിയിട്ട ആ പെങ്ങളും മറിഞ്ഞു വീഴുകയാ. മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മയെ മകന് ഗ്യാസിന്റെ സിലിണ്ടർ എടുത്ത് തലക്കടിച്ചു കൊല്ലുകയാ. ഇതെവിടെ നടന്ന സംഭവമാണ്? മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ്. തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുതുകത്തും നെഞ്ചത്തും ആ കത്തി കൊണ്ട് കുത്തിയിട്ട്
കൂട്ടുകെട്ട് മരിക്കാതെ വന്നപ്പോ സിലിണ്ടർ എടുത്തുകൊണ്ടുവന്ന് തലക്കടിച്ചു കൊലപ്പെടുത്തിയിട്ട് പാപ്പയോട് ചെന്നിട്ട് പറയുന്നു, ആ ശൈത്താനെ ഞാൻ കൊന്നു വാപ്പാ, ആ ശൈത്താനെ ഞാൻ കൊന്നു വാപ്പാ എന്ന് പറയുന്ന കുരുത്തം കെട്ട മക്കളുടെ ലോകത്ത് ആശിക്കുന്ന മകന് സുബൈദ എന്ന ഉമ്മയെ കൊന്നത് നിങ്ങൾക്കറിയുമല്ലോ. ഉമ്മയുടെ കഴുത്തിലേക്ക് കൊടുവാള് കൊണ്ടുവന്ന് ആഞ്ഞാഞ്ഞ് വെട്ടിയപ്പോൾ തല ഓപ്പൺ സർജറി ചെയ്തിട്ട് തലയോട്ടി ഓപ്പൺ ആക്കിയിട്ട് ആ തലയോട്ടിയിലെ ബ്രെയിൻ ട്യൂമർ വന്ന പ്രിയപ്പെട്ട സുബൈദ എന്ന സഹോദരി തലയിൽ സ്റ്റിച്ചിട്ട് വിശ്രമത്തിൽ കിടക്കുമ്പോഴല്ലേ മകൻ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഉമ്മയെ കാണാനെന്ന വേചേന വന്നിട്ട് അയൽവാസിയുടെ വീട്ടിൽ ചെന്നിട്ട് വലിയ കടാര വാങ്ങി തേങ്ങ പൊതിക്കാനെന്ന് പറഞ്ഞിട്ട് ആ കടാര കൊണ്ടുവന്ന് ഉമ്മാടെ കഴുപ്പിൽ ആഞ്ഞാഞ്ഞ് വെട്ടിയിട്ട് ആ മകൻ പറഞ്ഞത് എന്താണ്, നീ എന്നെ പെറ്റതിന് ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാടി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കെട്ടകാലത്ത് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഹിന്ദുവിനെ കൊല്ലാൻ പാടില്ല, ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, ഒരു ജൂതനെ കൊല്ലാൻ പാടില്ല, ഒരു ബുദ്ധനെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, ഒരു മതത്തിന്റെ പോട്ടെ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലാൻ പാടില്ലെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. വെറും ഇസ്ലാമിന്റെ ലേഖനങ്ങളല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ കലാം സൂറത്തു ബനി ഇസ്രായേലിലെ ആയത്തിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അവിടെയാണ് ഇസ്ലാമിനെ വായിച്ചെടുക്കേണ്ടത്, അവിടെയാണ് ഇസ്ലാമിനെ പഠിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനിക്കാനും വളരാനുമുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുക്കുന്നെന്ന് മാത്രമല്ല, മൂന്നാമത് അല്ലാഹുവിന്റെ ദീൻ കൊടുക്കുന്ന ഇസ്ലാം കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്തെന്നറിയോ? ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന മൂന്നാമത്തെ കാര്യം വിശ്വാസത്തിന് അവകാശം കൊടുക്കാൻ. ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. ഒരാളും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളെ നിങ്ങൾ പറ, മുസ്ലിം ഇസ്ലാമിൽ നിന്ന് ഒരു മുസ്ലിം അല്ലാത്ത ഏതൊരു മതത്തിലേക്ക് പോട്ടെ, മതം ഉണ്ടാകട്ടെ അവൻ ഇല്ലാതാകട്ടെ, അവൻ പോയി എന്നതിന്റെ പേരില് അവനെ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ അവനെ കൈകാര്യം ചെയ്യണമെന്ന് ഇന്ന് വരെ ഫത്വ കൊടുത്തിട്ടുണ്ടോ? കൊടുക്കൂല. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ ആയത്തുൽ കുർസി കഴിഞ്ഞ ഉടനെ, ആയത്തുൽ കുർസി നമുക്കറിയാലോ ഏറ്റവും ശ്രേഷ്ഠമായ ആ ആയത്ത്, ആ സൂക്തം കഴിഞ്ഞാൽ ഉടനെ തുടങ്ങുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ. ഒരാളെ നിർബന്ധിച്ചതിനകത്ത് ഒരാൾക്കും നിർബന്ധിച്ച് ഒരിക്കലും ഇസ്ലാം വിശ്വസിക്കാനോ ഇസ്ലാമിൽ നിൽക്കാനോ ആരും പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് പോലും നിർബന്ധമില്ല, പിന്നെന്താ നമുക്ക് നിർബന്ധം? ദീനിൽ ഒരു കാര്യങ്ങൾക്കും നിർബന്ധമില്ല, അത് മുസ്ലിമീങ്ങൾ തമ്മിലായാൽ പോലും. ഒരു ഹദീസിൽ മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, രണ്ട് പേരുണ്ടായിരുന്നു ബനു ഇസ്രായേൽ, രണ്ട് സഹോദരങ്ങൾ. ഒരാള് നല്ലവനാണ്, അയാള് നല്ല ഇബാദത്തുള്ള ആബിദായ നല്ല മനുഷ്യൻ. ഒരു തെങ്ങില് എല്ലാ തേങ്ങയും നല്ലതാവൂലല്ലോ, ഒരെണ്ണം കേടുള്ളതാവൂലേ എന്നതുപോലെ ഒരു ഉമ്മാടെ വാപ്പാടെ രണ്ട് മക്കളിൽ ഒരാൾ നല്ലവനാണ്, മറ്റവനാകട്ടെ ജീവിതത്തിൽ ദുഷ്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവനാണ്. അവന് സൽക്കർമ്മം എന്താണെന്ന് പോലും അറിയില്ല. ആ മകനെ നല്ലവനായ സാലിഹായ മനുഷ്യൻ എന്നും ഉപദേശിക്കുമായിരുന്നു, എടാ നീ നന്നാക്, നീ എന്തിനാ കുഴപ്പങ്ങളിൽ പോകുന്നത്, നീ എന്തിനാ അങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകുന്നത്, നിനക്ക് നന്നായിക്കൂടെ, നിനക്ക് നല്ലതുപോലെ ജീവിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദേശിക്കുമായിരുന്നു. അവസാനം ആ ഉപദേശം അയാൾക്ക് സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം ഈ പാപിയായ മനുഷ്യൻ, ഈ ജീവിതത്തിൽ നന്മ ചെയ്ത മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, അബ്ഉസ്ത ഇലയ്യ റഖീബ, എടാ നിന്നെ അല്ലാഹു എന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? നിന്നെ പടച്ചോൻ എന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയാൾ പറഞ്ഞു അത്രേ, ഖല്ലിനി വ റബ്ബി, എടാ നീ എന്റെ കാര്യം നോക്കണ്ട, അതെന്റെ റബ്ബ് നോക്കിക്കോളൂ, നീ നിന്റെ പണി നോക്കിപ്പോ. ഇതങ്ങോട്ട് കേട്ട മാത്രയിൽ ജീവിതത്തിൽ നന്മ ചെയ്ത മനുഷ്യൻ ഉപദേശിയാണ്, അയാൾ പറഞ്ഞു അത്രേ, വല്ലാഹി ലാ യുദ്ഖിലുക അല്ലാഹുൽ ജന്ന,
വല്ലാഹി ലാ യഗ്ഫിറു ലക വലാ യുദ്ഖിലുകൽ ജന്ന. പടച്ചവനാണ് നിനക്കല്ല പുറത്തും തരൂല, നിനക്കല്ലാഹു സ്വർഗവും തരൂല. ആണയിട്ട് പറഞ്ഞു, അല്ല നിനക്ക് പുറത്തും തരൂല, അല്ലാഹു നിനക്ക് സ്വർഗവും തരൂല. നിങ്ങൾ ആലോചിക്കണം, വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ കേട്ടോ. ഒരു മുസ്ലിം ഒരു അമുസ്ലിമിന്റെ അടുക്കൽ ചെന്ന് നീ മുസ്ലിം ആകണം, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞവനെ നിർബന്ധിച്ചിട്ട് കയറ്റേണ്ട കാര്യമില്ല. മിസ് കോൾ അടുപ്പിച്ചിട്ട് ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. കോളനി വെച്ച് കൊടുത്തും ഓട്ടോറിക്ഷ കൊടുത്തും ആട് വാങ്ങിക്കൊടുത്തും ബൈക്ക് വാങ്ങിക്കൊടുത്തും സ്കൂട്ടർ വാങ്ങിക്കൊടുത്തും ഇസ്ലാമിലേക്ക് ആളെ കൂട്ടേണ്ട ആവശ്യമില്ല. കോളനികൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടേണ്ട കാര്യമില്ല. ആർക്കാണോ അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു അവർക്ക് കൊടുത്തോളും. അതിനുള്ള മാർഗം നമ്മൾ തുറന്നു കൊടുക്കുക. ആ മാർഗത്തിൽ അവർക്ക് പഠിച്ച് ഇസ്ലാം അവർക്ക് അല്ലാഹു വരദാനമായി നൽകിയാൽ അൽഹംദുലില്ലാഹ് അവർ രക്ഷപ്പെട്ടു. പക്ഷേ നിർബന്ധിക്കാൻ പാടില്ല. മുസ്ലിമായ ഒരാള് പരസ്പരം ജീവിതത്തിൽ ഒരു സഞ്ചാരത്തിൽ അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരാള് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ഉപദേശിക്കാം. പക്ഷെ ഒരിക്കലും നിനക്കല്ല പുറത്തു തരൂലെന്നോ നിനക്കല്ലാഹു സ്വർഗം തരൂലെന്നോ പറയാൻ നമ്മൾ ആരും റഖീബല്ല. നമ്മളെ ആരും അല്ലാഹു തആല നിരീക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ടുപേരും മരിച്ചു. നാളെ പരലോകത്ത് വരുമ്പോ ആദ്യം അല്ലാഹു വിളിക്കുന്നത് ആരെയാണെന്നറിയോ? ഈ പാപിയായ മനുഷ്യനെ. ജീവിതത്തിലെ പാപങ്ങൾ ചെയ്തു കൂട്ടിയ മനുഷ്യനാണ്, തോന്നിയാസയാണ്, താൻ തോന്നിയാണ്. പക്ഷേ അവനെ അല്ലാഹു വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ പറഞ്ഞല്ലോ ഖല്ലിനി വറബ്ബി, എനിക്കെന്റെ കാര്യം അല്ലാഹുവിനെ നോക്കിക്കോളുമെന്ന് നീ പറഞ്ഞല്ലോ, എന്റെ കാര്യം പടച്ചോനെ നോക്കിക്കോളുമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പൊയ്ക്കോ, ഉദ്ഖുലുൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്, പൊയ്ക്കോളൂ. ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിട്ടു. മറിച്ച് ജീവിതത്തിൽ നന്മകൾ ചെയ്ത് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യൻ, അയാളെ അല്ലാഹു തആല അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, പത്രേ നിനക്ക് എങ്ങനെ അറിയാം, നിനക്ക് എന്തറിയാം എന്റെ വിഷയത്തിൽ? നീ ആലിമാണോ? എന്റെ വിഷയത്തിൽ നീ ഇത്ര വലിയ ഗ്രാഹ്യമുള്ളവനാണോ? അതുകൊണ്ട് മലായിക്കത്തുകളെ ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകൂ. അങ്ങനെ ആ മനുഷ്യൻ നരകത്തിലേക്ക് പോയി എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നമുക്ക് ഉപദേശിക്കാം, പ്രസംഗിക്കാം. പക്ഷെ ഒരാളെ അല്ലാഹു നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നരകം തരും. നിങ്ങൾ അല്ലാഹുവിന്റെ കത്തിയാടുന്ന നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി വെന്തുരുകും. നിങ്ങൾ അല്ലാഹു തആല നിങ്ങളെ ശപിക്കും, നിങ്ങളെ പടച്ചോൻ പരീക്ഷിക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ്? ഇസ്ലാമിന്റെ ആയത്ത്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും തിരുവചനങ്ങളും മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പ്രസംഗിക്കാം എന്നതിനപ്പുറത്ത് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഒരാളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ പാടില്ല. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നമുക്ക് എപ്പോഴാ മരണമെന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ കാസർഗോഡ് ജില്ലയിലാണെന്നാണ് എന്റെ ഓർമ്മ, പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ഹാഫിള് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂര്. അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്. ആ നല്ല പ്രഭാഷണം, നല്ല ശബ്ദത്തിന്റെ ഉടമ. അദ്ദേഹം പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വന്ന് 4 മണിക്ക് വീട്ടിലേക്ക് വരുന്നു. 1 മണിക്കൂർ ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, സുബഹി നിസ്കരിക്കുന്നു, കുടുംബത്തോട് പറയുന്നു എനിക്ക് അല്പം കൂടി ഉറങ്ങണം. ഉറങ്ങാൻ വേണ്ടി ബെഡിലേക്ക് പോകുമ്പോ ഒരു വേദന വരുന്നു, കുഴഞ്ഞു വീഴുന്നു, അവിടെ വെച്ച് മരണപ്പെടുന്നു. ഇന്ന് അദ്ദേഹം പ്രസംഗിക്കേണ്ടത് കാസർഗോഡ് ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ നോട്ടീസ് കാസർഗോഡ് ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ പേരുള്ളത്. നല്ല ഒരു പണ്ഡിതൻ, ദീനീ പ്രബോധകൻ. സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര പെട്ടെന്നായിരുന്നു ആ മനുഷ്യന്റെ മരണം. വളരെ വൈകിയാണ് അദ്ദേഹത്തിന് മക്കളുണ്ടായത്. ആ മക്കൾ ചെറിയ മക്കളാണ്. ഇന്നലെ ഇതേ സമയം ഏതോ ഒരു വേദിയിൽ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ ഇന്ന് തത്തുല്യമായ മറ്റൊരു വേദിയിൽ പ്രസംഗിക്കേണ്ട ആ മനുഷ്യൻ 6 അടി മണ്ണിനടിയിൽ ഖബറിലാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ഉറക്കം കിട്ടാത്തൊരു വർഗം ഉണ്ടെങ്കിൽ പ്രസംഗത്തിന് പോകുന്നവരാണ്. ഉറക്കം കിട്ടില്ല, നന്നായിട്ട് ഉറങ്ങാൻ കഴിയില്ല. ഇന്നലെ ഞാൻ കാടാമ്പുഴയിലെ പരിപാടി കഴിഞ്ഞിട്ട് 12:30-1 മണിക്ക് ട്രെയിൻ കയറി 3:30-4 മണിയായപ്പോൾ കണ്ണൂര് വന്നു. അവിടെ നിന്ന് നേരെ ബഹുമാനപ്പെട്ട നൂറാനി ഉസ്താദിന്റെ വീട്ടിൽ വന്നു.
അങ്ങനെ കിടന്നുപോയാൽ ഉറങ്ങിപ്പോകും. സുബഹി നിസ്കരിച്ചിട്ട് കിടന്നു, ഒരു 8:30-9 മണിക്ക് എഴുന്നേറ്റു, പിന്നെ ഉറങ്ങിയിട്ടില്ല. ഇന്നും ഇതുപോലെ രാത്രി 12:30-ക്കുള്ള മംഗള ലക്ഷദ്വീപിൽ തിരിച്ചു പോകുന്നു. നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? രാത്രി ഉറക്കമില്ല. പ്രഭാഷകന്മാര് ദീനീ പ്രബോധനത്തിനു വേണ്ടി ഓടി നടന്ന് പ്രസംഗിക്കുമ്പോൾ ഉറക്കമില്ല. പക്ഷേ നമ്മുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ പരിപാടി വളരെ നേരത്തെ തുടങ്ങി, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ്. ഇവിടുത്തെ സാഹചര്യം ഒരിക്കലും അതിന് അനുവദിക്കില്ല, അത് 100 വട്ടം എനിക്കറിയാം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് തുടങ്ങി ഒരു 10 മണിക്ക് മുമ്പ് അവസാനിച്ചാൽ കേൾക്കാൻ വരുന്നവർക്കും സൗകര്യമാണ്, എല്ലാവർക്കും ഉറക്കം കിട്ടും, എല്ലാവർക്കും സൗകര്യമാണ്. അതൊക്കെയാണ് നമ്മൾ ശീലിക്കേണ്ടത്. അള്ളാഹു നമുക്ക് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മസ്ഊദ് സഖാഫിയുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മരണമറിഞ്ഞിട്ട് ഒരുപാട് പ്രഭാഷണ മേഖലയിലെ ഉസ്താദുമാര്, അതുപോലെ തന്നെ ഒരുപാട് സയ്യിദുമാരുമായി ബന്ധപ്പെട്ടു. ഇതാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ. നാളെ ഞാൻ പ്രസംഗിക്കേണ്ട സ്ഥലം എനിക്കെന്തുറപ്പാണ് അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്ന്? ഇന്നലെ പ്രസംഗിച്ചെടുത്തുനിന്ന് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അള്ളാഹു എത്തിച്ചു. അതുകൊണ്ട് നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെയും അപകീർത്തിപ്പെടുത്തേണ്ട കാര്യമില്ല, ആരെയും അപകീർത്തിപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് ഖുർആൻ പറഞ്ഞത് പറഞ്ഞു കൊടുക്കുക, അത്ര തന്നെ. അല്ലാതെ നിർബന്ധിച്ചിട്ട് ഇസ്ലാം ആരെയും ഒന്നും ചെയ്യാം, നീ മുസ്ലിം ആകണമെന്ന് നിർബന്ധിച്ചിട്ട് ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരു നിർബന്ധവും ഒരു ബലാത്കാരവുമില്ല. അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, അത് കഴിഞ്ഞാൽ പരിശുദ്ധമായ ദീൻ കൊടുക്കുന്നത് എന്തെന്നറിയോ? അവരുടെ മതമനുസരിച്ച് ജീവിക്കാനും ആ മതമനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് അല്ലാഹു കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻആമിലൂടെ അല്ലാഹ് പറയുകയാ, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. എന്നെ കേൾക്കുന്ന സഹോദരിമാര്, സഹോദരങ്ങൾ, നന്നായിട്ട് ഇസ്ലാമിനെ ഒന്ന് മനസ്സിലാക്കണേ. അല്ലാഹ് പറയുകയാണ്, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരെ നിങ്ങൾ തെറിവിളിക്കാൻ പാടില്ല. പടച്ചവന് സുജൂദ് ചെയ്യുന്നില്ലല്ലോ, അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നില്ലല്ലോ, പടച്ചവനെ വിശ്വസിക്കുന്നില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് ഒരാളെയും നിങ്ങൾ സഭ്യതയില്ലാത്ത വാക്ക് പറയാൻ പാടില്ല, ഒരാളെയും അധിക്ഷേപിക്കാൻ പാടില്ല, ഒരാളെയും നിങ്ങൾ വിമർശിക്കാൻ പാടില്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികതയുടെ 4ാമത്തെ മുഖമാണ് പ്രിയപ്പെട്ടവരെ. ഒരാളെയും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. മുസ്ലിമല്ല എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഒരാളോട് നമുക്ക് പകവെച്ച് പുലർത്താൻ പാടില്ല. അവരുടെ വിശ്വാസമാണ് അവർക്ക് വലുത്. ലക്കും ദീനുക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരമാണ്, മതമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആചാരമാണ്, മതമാണ്. ആ ഒരു നിലയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കേണ്ടത്. ഒരു കാരണവശാലും അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് ഒരു വാക്കുകൊണ്ട് പോലും അവരെ വേദനിപ്പിക്കാൻ പാടില്ല. 5ാമതായിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികത എന്തെന്നറിയോ? ഇസ്ലാമിനെ പഠിക്കുന്നവർക്ക് ഖുർആൻ വരച്ച് കാണിക്കുന്ന ഏറ്റവും വലിയ തത്വമേതെന്നറിയോ? അല്ലാഹു പറയുകയാണ്, ഒരാളുടെയും സമ്പത്തിനെ നിങ്ങൾ പിടിച്ചു പറിക്കാൻ പാടില്ല. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, അവര് മുസ്ലിമീങ്ങളല്ല. അതുകൊണ്ട് അവരുടെ സമ്പത്ത് നമ്മൾ കൈയാളാ, അവരുടെ സമ്പത്ത് നമുക്ക് പിടിച്ചെടുക്കാം. അങ്ങനെ ഒരു കാരണവശാലും ഇസ്ലാം അനുവദിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ പടച്ചതമ്പുരാൻ പറഞ്ഞതെന്തെന്നറിയോ? വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി. ഒരിക്കലും നിങ്ങൾ മാന്യതയില്ലാത്ത മാർഗത്തിലൂടെ ഒരാളുടെ പൈസ നിങ്ങൾ തിന്നാൻ പാടില്ല. പരസ്പരം നിങ്ങൾ ഹറാമ തിന്നാൻ പാടില്ല. ഒരാളുടെയും സമ്പത്ത് നിങ്ങൾ പിടിച്ചു പറിക്കുക. പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചും നിങ്ങൾക്ക് ജീവിക്കാൻ പാടുള്ളതല്ല. കാരണം എന്തെന്നറിയോ? ആരുടെയും സമ്പത്ത് നിങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ തിന്നാൻ പാടുള്ളതല്ല. ഞാൻ അള്ളാഹുവിന്റെ അടിമയല്ലേ, പരിശുദ്ധമായ നമസ്കാരം നിർവഹിക്കുന്നവനല്ലേ, എല്ലാം തികഞ്ഞ മൂമിനല്ലേ. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ ധനം അപഹരിക്കാമെന്ന ചിന്ത ആരുടെയെങ്കിലും മനസ്സിൽ വന്നുപോയാ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ മാനവികമായ 5ാമത്തെ മുഖമേതെന്നറിയോ? ഒരു കാരണവശാലും നിങ്ങളുടേതല്ലാത്തത് നിങ്ങൾ തിന്നാൻ പാടുള്ളതല്ല. അല്ലാത്തതല്ല നിങ്ങളുടെ ജീവിതത്തില്
ഒരിക്കലും മറ്റുള്ളവരുടെ ധനം അപഹരിച്ചുകൊണ്ട് തിന്നാൻ പാടുള്ളതല്ലെന്ന് വളരെ ശക്തമായി പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഹറാമിയത്തിന്റെ ഏതെങ്കിലും ഒരു പല്ലിമുട്ടായിയുടെ വലിപ്പത്തിന്, ഒരു ഈത്തപ്പഴ കുരുവിന്റെ വലിപ്പത്തിന് നമ്മുടെ പള്ളയിലേക്ക് എങ്ങാനും ഹറാമ് കടന്നു പോയാൽ അത് ഏത് മതത്തിന്റെ ആളുകളുടേതാകട്ടെ, ആരുടേതാകട്ടെ, ഒരു ഹറാമിയത്തിന്റെ ഏതെങ്കിലും ഒരു ഈത്തപ്പന കുരുവിന്റെ അളവെങ്ങാനും നമ്മുടെ പള്ളയിലേക്ക് പോയാൽ ആ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അതിലൂടെ നമ്മുടെ ശരീരത്തിലോടുന്ന ബ്ലഡ്, അതിലൂടെ ആർജിച്ചെടുത്ത നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം, അതൊന്നും അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് നരകത്തിന് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചതാണ്. അന്നാറു ഔലാ ബിഹി, അവനും നരകം മതിയായവനാണെന്ന് പരിശുദ്ധ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ജീവിതത്തിൽ എത്രത്തോളം സൂക്ഷ്മത കാണിച്ചവരാ നമ്മുടെ ധീരകേസരികളെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അതേ ദീന ജീവിതത്തിൽ മുറുകെ പിടിച്ച അയിമ്മത്തുകൾ ഉണ്ടല്ലോ. അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളതാകാ. അഹ്മദ് ബിൻ ഹംബലിന്റെ കാലഘട്ടത്തിൽ കുറച്ച് തൈര് കിട്ടുകയാണ്. ആ തൈരെടുത്തു വെച്ച് ഇത് ഹലാലാണോ ഹറാമാണോ, എനിക്ക് വേണം, കഴിക്കണം, ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ട. ബന്ധുക്കളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുകയാ. ആ തൈര് ചെറിയ ഒരു പാത്രത്തിലെ തൈര്, ആ തൈരുമായിട്ട് ബന്ധുക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാ. അവർക്കും കഴിക്കാൻ പറ്റില്ലല്ലോ. അവസാനം ബന്ധുക്കൾ ചോദിച്ചു, പാവപ്പെട്ടവർക്ക് കൊടുക്കട്ടെ, ഇത് നശിപ്പിക്കാൻ മനസ്സില്ല. അവര് പറഞ്ഞു കൊടുത്തോളൂ, പക്ഷേ ഇമാം അഹ്മദ് ഉപേക്ഷിച്ച തൈരാണെന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ബന്ധുക്കളാ തൈര് പാവപ്പെട്ട ഏരിയയിൽ കൊണ്ടു കൊടുക്കുകയാ. കോളനികളിലേക്ക് കൊണ്ടുപോയി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കണ്ണുകുടിഞ്ഞ് കവളൊട്ടിയ വയറൊട്ടിയ എല്ലുന്തിയ പാവപ്പെട്ടവരുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാ. അവരോട് ചോദിക്കുന്നു, തൈര് വേണോ? അവര് പറഞ്ഞു, വേണം, ഞങ്ങൾക്ക് വല്ലാത്ത വിശപ്പാ. ഇമാം അഹ്മദ് ഉപേക്ഷിച്ചതാ. ഇമാം അഹ്മദ് ഉപേക്ഷിച്ചത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അഹ്മദിന്റെ നാട്ടുകാരായ പട്ടിണി പാവങ്ങൾ അതിനെ അവഗണിക്കുമ്പോ അവര് ദേഷ്യം പിടിച്ചിട്ട് കടലിലേക്ക് അങ്ങ് വലിച്ചെറിയുകയാണ്. വീടിന്റെ കോലായിൽ കാത്തിരുന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആ തൈര് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ ബന്ധുക്കൾ പറഞ്ഞു, ഞങ്ങൾ കടലിൽ ഒഴുക്കിയെന്ന്. സുബ്ഹാനല്ലാഹ്, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രം പറയുന്നത് മഹാനവറുകൾ മരിക്കുന്നത് വരെ പിന്നെ മീൻ കഴിച്ചിട്ടില്ല. മരിക്കുന്നത് വരെ പിന്നെ മീൻ കഴിച്ചിട്ടില്ല. ഹറാമാണെന്ന് ഉറപ്പില്ലാത്ത, എന്ന ഹലാലാണെന്ന് ഉറപ്പില്ലാത്ത ആ ചെറിയ ഒരു പാത്രത്തിലെ തൈര് ഏത് മീൻ കഴിക്കാനാണ്? ആ മീൻ കഴിച്ചാൽ ആ മീനാണ് തന്റെ തീൻമേശയിൽ വരുന്നതെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. എന്നാലും എനിക്ക് വേണ്ട, ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്തത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന് പൊരുത്തമില്ലാത്തത്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നത് ഇതിനേക്കാൾ നമുക്ക് വികാരം തോന്നും. അഹ്മദ് ബിൻ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു ഹനഫി മദ്ഹബിന്റെ ഇമാമാണ്. മഹാനവറുകളുടെ നാട്ടിലാണ് ഒരു ആട് മോഷണം പോയി. നമ്മുടെയൊക്കെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മോഷണം പോയതും നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ആരോ ചോദിച്ചതുപോലെ പോത്തിനെന്ത് ഏത്തവാഴ എന്നതുപോലെ നമുക്കെന്ത് ഹറാമ്, നമുക്കതൊന്നും ഒരു പ്രശ്നമില്ല. തട്ടിച്ചായാലും വെട്ടിച്ചായാലും പട്ടിച്ചായാലും നമുക്ക് വയറ് നിറയ്ക്കണം, ആ ഒരു ചിന്ത മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ആട് മോഷണം പോയി. ഈ മോഷണം പോയ ആട് ആരുടെ ആടാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം നേരെ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് മുഴുവൻ ആളുകളോടും ആടിന്റെ ജീവിതം, ആടിന്റെ ആയുസ് എത്ര വർഷമാണെന്ന് ചോദിക്കുന്നു. അവസാനം ആടുമായി നല്ല വിവരമുള്ള ഒരാൾ പറഞ്ഞു അത്രേ 7 വർഷം വരെ ഒരു ആട് ജീവിച്ചിരിക്കുമെന്ന്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 7 വർഷം വരെ പിന്നെ ആട്ടിറച്ചി കഴിച്ചിട്ടില്ല. കാരണം എന്താ? ഈ മോഷ്ടിക്കപ്പെട്ട ആടാണ് കശാപ്പുകാരന്റെ കശാപ്പുശാലയിൽ വന്ന് അതാണ് വില കൊടുത്തിട്ട് താൻ വാങ്ങി അടുക്കളയിൽ കൊണ്ടുവന്ന് പാകം ചെയ്ത് താൻ കഴിക്കുന്നത് എന്ന് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ആ വിഷയത്തിൽ അത്രയും ഉറപ്പില്ലാത്തതിന്റെ പേരിൽ 7 വർഷം വരെ ചാന്ദ്രിക മാസം അനുസരിച്ച് മഹാനവറുകൾ ആട്ടിറച്ചി കഴിച്ചിട്ടില്ല.
ഇതാണ് നമ്മുടെ ദീനിന്റെ ഇന്നലകളിൽ ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് കാണിച്ചു തന്ന മാതൃക. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ആർക്കാണ് കാശ് കിട്ടാനില്ലാത്തതെന്ന് പറയാൻ ആർക്ക് പറയാൻ പറ്റും? ഇന്ന് എല്ലാവരും പെട്ടുകിടക്കുകയാണ് ഏതെങ്കിലും ഒരു രീതിയിൽ. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്നത്, സാമ്പത്തികമായ തട്ടിപ്പ് നടക്കുന്നത് ഈ കോവിഡ് കഴിഞ്ഞ കാലയളവിൽ ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പിനിരയാകാത്തവർ അത്യപൂർവമാണ്. നമ്മുടെയൊക്കെ ലക്ഷക്കണക്കിന് രൂപ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയി തിന്നുന്ന ഒരവസ്ഥ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്. ഇസ്ലാം അതിനെ താഴിട്ട് പൂട്ടി. ഒരു കാരണവശാലും ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള സമ്പത്ത് നിങ്ങൾ തിന്നാൻ പാടില്ല. വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി. ഒരു കാരണവശാലും തിന്നാൻ പാടില്ല. അത് ഹിന്ദുവിന്റെ അടുത്ത് തിന്നാൻ പാടില്ല എന്നല്ല, ഒരു മനുഷ്യന്റെ അടുത്ത് തിന്നാൻ പാടില്ല. ഒരിക്കലും അനുവാദമില്ലാതെ ആരുടെ മുതലും നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന മൗലികമായ തത്വം ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കണമെന്നാ പറയാനുള്ളത്. ഇത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അഭിമാനത്തിന്റെ സ്വാതന്ത്ര്യം കൊടുത്ത ഒരു മനുഷ്യന്റെ അഭിമാനത്തിന്റെ അവകാശം വീതിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഒരേ ഒരു മതമേതാ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലൂടെ പടച്ചതമ്പുരാൻ ഈ ലോകത്ത് പഠിപ്പിക്കുന്ന ഒരുപാട് മൗലികമായ നീതിയുള്ള ഒരുപാട് മര്യാദയുടെ ഒരുപാട് മര്യാദകൾ സൂറത്തുൽ ഹുജറാത്തിലൂടെ പടച്ചതമ്പുരാനെ പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും സുതാര്യമായ ഒരു ജീവിതം കെട്ടിപ്പടുത്താൻ, ഒരു നല്ല നാളെ നമുക്ക് കെട്ടിപ്പടുത്താൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം. ഒരാളും മറ്റൊരാളെ കളിയാക്കാൻ പാടില്ല. വലാ തൽമിസു അൻഫുസകും. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല. വലാ തനാബസു ബിൽ അൽഖാബ്. ഒരിക്കലും ഇരട്ട പേര് വിളിച്ച് നിങ്ങളെ നാട്ടിൽ അയാളെ നാണം കെടുത്താൻ പാടില്ല. വലാ യഗ്തബഅലുകും ബഅലാ. പരസ്പരം നിങ്ങൾ പരദൂഷണം പറഞ്ഞ് മനുഷ്യന്റെ പച്ചയിറച്ചി തിന്നാൻ പാടില്ല. ഇതെല്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാം അഭിമാനത്തിന്റെ അവകാശം വകവെച്ചു കൊടുക്കുകയാ. അത് ആരും ആകട്ടെ, ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യന്റെ പ്രസ്ഥാനത്തെ പരസ്പരം പഴിചാരിക്കൊണ്ട് ആ പ്രസ്ഥാനത്തെ ആളുകളുടെ മുമ്പിൽ അടിച്ചാക്ഷേപിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ ശക്തമായ കാഴ്ചപ്പാടാണ്. ഒരിക്കലും അത് പാടില്ലാത്ത കാര്യമാണ് സഹോദരങ്ങളെ. ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ആദർശത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവര് മുസ്ലിമാണെന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ മാനവികമായ മൂല്യമേതെന്നറിയോ? അവന്റെ അഭിമാന അവകാശം വിരിച്ചു കൊടുക്കലാണ്, അതിന്റെ സംരക്ഷണം നടത്തലാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അവൻ മറ്റേ സമുദായത്തിൽപ്പെട്ടവരെ അതുകൊണ്ട് കളിയാക്കാം എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കളിയാക്കാനും ആക്ഷേപിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോ ഇസ്ലാം അതിന് ഒരിക്കലും അനുവാദം കൊടുക്കുന്നില്ല. ഒരു കാരണവശാലും ഒരാളെ അധിക്ഷേപിക്കാനും വിമർശിക്കാനും പാടില്ല. നടന്നു വരുന്ന പാതയോരത്തല്ലേ മഹാനായ സയ്യിദുന അബൂദർദാ റളിയല്ലാഹു അൻഹു കാണുന്നത് ഒരാളെ എല്ലാരും കൂടി ആക്രമിക്കാൻ, സദാചാര ഗുണ്ടകളായി കുറെ ആളുകൾ ഒരു പാവപ്പെട്ടവനെ മർദ്ദിക്കുകയാണ്. ആ സഹോദരൻ മർദ്ദിച്ച അവശനായി മർദ്ദിക്കപ്പെട്ട ആ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് എന്ന് അബൂദർദാ തങ്ങൾ ചോദിക്കുമ്പോ ന്യായമായും ഒരു തെറ്റുണ്ടായി അത്രേ. ആ തെറ്റിന്റെ പേരിലാണ് നാട്ടുകാർ കൈകാര്യം ചെയ്തത്. അബൂദർദാ തങ്ങൾ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഇയാളൊരു കുഴിയിൽ വീണുപോയാൽ നിങ്ങൾ എന്താ ചെയ്യും? ഇയാളൊരു കുഴിയിലാണ് വീണുപോയത്. അവര് പറഞ്ഞു, ഞങ്ങൾ അയാളെ കുഴിയിൽ നിന്ന് നേരെ രക്ഷപ്പെടുത്തിയെടുക്കും. ഇതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ഇതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ഈ മനുഷ്യന് പാപത്തിന്റെ കുഴിയിൽ വീണുപോയി. ആ കുഴിയിൽ നിന്ന് ആ മനുഷ്യനെ കൈ പിടിച്ചുയർത്തലല്ലേ വേണ്ടത്? അല്ലാതെ നിങ്ങൾ എന്തിനാണ് ആ മനുഷ്യനെ നിങ്ങൾ നശിപ്പിക്കുന്നത്? അയാളുടെ ആ അഭിമാനത്തെ എന്തിനാണ് നിങ്ങൾ ക്ഷതപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ശക്തമായ ഭാഷയിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു ഇടപെടുമ്പോ ചോദിച്ചൊരു ചോദ്യമുണ്ട് ജനങ്ങൾ.
തങ്ങളെ നിങ്ങൾ ഇയാളെ വെറുക്കുന്നില്ല എന്നാണ്, ഇയാളെ നിങ്ങൾ വെറുക്കുന്നില്ല എന്നാണ്. നമ്മുടെ നാട്ടില് ഏതെങ്കിലുമൊക്കെ പാവം ചെയ്യുന്ന ആളുകളെയൊക്കെ ഏത് മതത്തിൽപ്പെട്ടവനോ ആകട്ടെ, ആ മനുഷ്യനെ നമ്മൾ സമൂഹം മുഴുവനും കൈകാര്യം ചെയ്തിട്ട് നമ്മളൊക്കെ വെറുത്ത് അവസാനം നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാതെ ആ മനുഷ്യൻ ഇങ്ങനെ വിഷമിക്കുന്ന ഒരു സാഹചര്യം. അബൂദർദാ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇയാളെ വെറുക്കുന്നില്ലേ? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ അയാളെയല്ല വെറുക്കുന്നത്, അയാൾ ചെയ്ത തെറ്റിനെയാണ് ഞാൻ വെറുക്കുന്നത്. അയാൾ ചെയ്ത തെറ്റാണ് എനിക്ക് വെറുപ്പ്, അയാളോട് എനിക്ക് വെറുപ്പില്ല. നമ്മൾ ആരോടും വെറുപ്പ് കാണിക്കേണ്ട കാര്യമില്ല, അയാൾ ചെയ്യുന്ന തെറ്റിനോട് നമുക്കൊരു വെറുപ്പുണ്ടാകണം. അതിനപ്പുറത്ത് ഒരു കാരണവശാലും നമ്മൾ ഒരാളുടെയും അഭിമാനത്തെ പിച്ച് ചീന്തല്ലേ. പലിശ 73 ശാഖയാണ്, 73 ശാഖയാണ് പലിശയെങ്കിൽ ഏറ്റവും വലിയ പലിശ ഏതെന്നറിയോ? ഏറ്റവും വലിയ പലിശ ഏതെന്നറിയോ? ഒരു മനുഷ്യന്റെ അഭിമാനത്തെ പിച്ച് ചീന്തലാണ്. ഒരു മനുഷ്യന്റെ അഭിമാനത്തെ പിച്ച് ചീന്തലാണ്. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ വരുമ്പോ നമ്മൾ ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്നറിയാതെ നമ്മളെ ഷെയർ ചെയ്യുന്നു, നമ്മൾ കമന്റ് അടിക്കുന്നു, നമ്മൾ ലൈക്ക് ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്നു ഈ വാർത്തകൾ. ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ കളങ്കപ്പെടുത്തുകയാണ്. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനോ ആകട്ടെ, ഇവിടെ മനുഷ്യൻ എന്ന വാക്കിനാണ് പ്രയോറിറ്റി, മനുഷ്യൻ എന്ന വാക്കിനാണ് ഇവിടത്തെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഒരാളുടെ അഭിമാനത്തെ ഒരു കാരണവശാലും നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല. ഏഴാമതായിട്ട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഏഴാമതായിട്ട് ഒരു മനുഷ്യന്റെ സ്വകാര്യ സംരക്ഷണ അവകാശം ഇത്രയും വകവെച്ചു കൊടുത്തത് ഇസ്ലാം അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൂടെ പറയുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ദുആറക്കാനുള്ള സമയമാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഖുർആൻ പഠിക്കും, നിങ്ങൾ ഖുർആൻ പഠിക്കും. ഞാൻ ഖുർആനിന്റെ ഒരു പഠന പരിശ്രമത്തിൽ, ഖുർആനിന്റെ ഒരു പഠന പരിശ്രമത്തിലായി അൽഹംദുലില്ലാഹ് പടച്ചവന്റെ തൗഫീക്ക് കൊണ്ട് ഖുർആനിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 89 സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ 89 സ്ഥലങ്ങളിലാണ് യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചത്. ആ 89 ആയത്തുകളും വിശുദ്ധ ഖുർആനിന്റെ 89 സൂക്തങ്ങളും ഒരു പുസ്തകമാക്കിയിട്ട് ആ പുസ്തകത്തിന്റെ പ്രകാശനം ഈ വരുന്ന 26-ാം തീയതി വരുന്ന ബുധനാഴ്ച തിരുവനന്തപുരം ഹൈലാൻഡ് ഹോട്ടലിൽ ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ ഉലമ കെ പി അബൂബക്കർ ഹസരത്ത്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, മഹാനവറുകൾ അതിന്റെ പ്രകാശനം ചെയ്യുകയാണ്. ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. 89 സ്ഥലങ്ങളിൽ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ടുണ്ട് അല്ലാഹു തആല. ആ 89 കാര്യങ്ങളും ഉൾക്കൊള്ളുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അല്ലാഹു മുഅ്മിനെ എന്ന് വിളിക്കുമ്പോ ഇതെന്റെ കാര്യമല്ല എന്ന് പറഞ്ഞ് പോകുന്നവൻ ഈമാനില്ല എന്ന് സ്വയം പറയുകയാണ്, അവൻ അറിഞ്ഞോ അറിയാതെയോ. അതുകൊണ്ട് ഖുർആൻ നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. ആ പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും മനോഹരമായ അധ്യാപനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഇടം പിടിക്കാൻ ഈ പറയുന്ന ഏഴാമതായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു കാര്യം, അതാണ് അവന്റെ സ്വകാര്യ അഭിമാന സംരക്ഷണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്താണെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞ ഹുജറാത്ത് എന്ന സൂറത്തിൽ അല്ലാഹു പറഞ്ഞു, വലാ തജസ്സസൂ, ഒരിക്കലും നിങ്ങൾ ചാരപ്പണി നടത്താൻ പാടുള്ളതല്ല. ഒരാളുടെ തിന്മയിലേക്ക് നിങ്ങൾ ഒളിഞ്ഞു നോക്കാൻ പാടുള്ളതല്ല. വിശുദ്ധ ഖുർആനിന്റെ ശക്തമായ ഭാഷയാണ് വലാ തജസ്സസൂ. നിങ്ങൾ ഒരിക്കലും ഒരാളിലേക്ക്, അയാളുടെ സ്വകാര്യതയിലേക്ക്, അയാളുടെ രഹസ്യത്തിലേക്ക് നിങ്ങൾ ഒളിഞ്ഞു നോക്കല്ലേ. ഒരു ചാരപ്പണി നിങ്ങൾ നടത്താൻ പാടുള്ളതല്ല. ഒരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോ ഒരിക്കലും അനുവാദമില്ലാതെ വീട്ടിൽ കയറാൻ പാടുള്ളതല്ല. അത് ആരുടെ വീടായാലും ആരാന്റെ വീട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോ ഒരു കാരണവശാലും അവരുടെ അനുവാദമില്ലാതെ കയറാൻ പാടില്ല. ആ അനുവാദം നിങ്ങൾ തേടുന്ന ഘട്ടത്തില് എങ്ങനെയാണ് നിങ്ങൾ അനുവാദം ചോദിക്കേണ്ടതെന്ന് കൂടി ഇസ്ലാം പഠിപ്പിച്ചല്ലോ. 3 വട്ടം നിങ്ങൾ പെർമിഷൻ ചോദിക്കണം. ഹത്താ തസ്തഗ്നിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. നിങ്ങൾ ആ
കുടുംബത്തിൽ ആ വീട്ടുകാരോട് സലാം പറഞ്ഞ് ഇണക്കത്തിൽ അവർ നിങ്ങളെ സ്വീകരിക്കുമെന്ന് ഉറപ്പ് വന്നാലല്ലാതെ നിങ്ങൾ ആ വീട്ടിലോട്ട് കയറാൻ പാടുള്ളതല്ല. ഒരു അനുവാദം ചോദിക്കുക എന്ന ബെല്ലടിക്കുന്നത് പോലെ 3 വട്ടത്തിൽ കൂടുതൽ നിങ്ങൾ അടിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ അനുവാദം ചോദിക്കുകയോ ഒരു ബെല്ല് കൊടുക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആ വാതിലിന്റെ നേരെ മുന്നിൽ നിൽക്കാൻ പാടുള്ളതല്ല. വീട്ടിലുള്ള ആളുകൾ എങ്ങനെയാണ് അവരുടെ അവസ്ഥയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ മാറി നിൽക്കണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ. എന്റെ സഹോദരങ്ങളെ, ആവശ്യമില്ലാതെ മറ്റൊരാളുടെ മൊബൈലിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പാടുള്ളതല്ല. ഒരാളുടെ മെസ്സേജ് എടുത്ത് നോക്കാൻ പാടുള്ളതല്ല. അവരുടെ സ്വകാര്യ അവകാശങ്ങളുടെ സംരക്ഷണമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഇത്ര പരിശുദ്ധമായ ഇസ്ലാം, ഇത്ര പരിപാവനമായ ഇസ്ലാം, ഏറ്റവും സുതാര്യമായി അല്ലാഹുവിന്റെ ദീന് മനുഷ്യന്റെ ഏറ്റവും മൂല്യം മുറുകെ പിടിച്ചുകൊണ്ട്, മാനവിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തോട് സംവദിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാളുടെ യാതൊരു നിലയിലുള്ള അയാളുടെ അവകാശങ്ങളിൽ കൈകടത്താൻ പാടില്ല. അത് ഏത് മതവിഭാഗമായാലും ശരി. ഒരാളുടെ ഔറത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല. ലാ തത്ബഉ ഔറാത്തിൽ മുസ്ലിമീൻ വമൻ യത്തബിഉ ഔറത അഖീഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹൃദയത്തിൽ ഈമാൻ ഇല്ലാതെ നാവ് കൊണ്ട് മുസ്ലിമായ സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ടാണ് മദീനയിലെ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ നിന്നുകൊണ്ട് റസൂലുള്ള പ്രസംഗിച്ചത്. ഖൽബിൽ ഈമാനില്ല, നാവിൽ മാത്രമായ ഈമാനുള്ള മനുഷ്യരെ, നിങ്ങൾ ഒരു കാരണവശാലും മറ്റൊരാളുടെ ഔറത്തിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് നിങ്ങൾ ഒളിഞ്ഞു നോക്കിയാൽ അല്ലാഹ് നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് നോക്കുന്നതാണ്. അല്ലാഹ് ഒരാളുടെ സ്വകാര്യതയിലേക്ക് നോക്കിയാൽ അവന്റെ വീട്ടിനകത്തിരുന്നാലും മതി, അല്ലാഹു അവനെയും ഫളീഹത്തിലാക്കുന്നതാണ്. നമ്മൾ ഒരാളുടെ പിന്നാലെ പോകണ്ട. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. മറിച്ച് ഒരാളുടെ രഹസ്യത്തിലേക്ക് നമ്മൾ നോക്കാൻ പോയാൽ അല്ലാഹ് നമ്മുടെ പിന്നാലെ വരും. ഒരു മനുഷ്യന്റെ പിന്നാലെ പടച്ചോൻ വന്നാൽ അവനവന്റെ വീട്ടിൽ ഇരുന്നാൽ മതി, അല്ലാഹു അവനെ ഫളീഹത്തിലാക്കുമെന്നാണ്. തുടങ്ങി സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും സുതാര്യമായ ഇസ്ലാമിന്റെ സംഭാവനകൾ പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന വലിയൊരു സൗഭാഗ്യം ഇതര സമുദായത്തിൽപ്പെട്ടവരെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ്. ഇസ്ലാമിനെ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. പരിശുദ്ധ ഖുർആൻ അത് ഈ റമളാൻ മാസത്തിലാണ് അവതീർണമായത്. ആ റമളാൻ മാസത്തിന്റെ അവതീർണമായ ഈ പരിശുദ്ധ ഖുർആനെ റമളാനിൽ നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. ആ റമളാനിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ റമളാൻ അവസാനിക്കുന്നതോടുകൂടി ഇസ്ലാമിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ സത്യവാചകം വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ സന്ദേശങ്ങൾ സമൂഹത്തിൽ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. ആ ഖുർആൻ സമൂഹത്തിൽ പകർന്നു കൊടുക്കുന്നിടത്തോളം കാലം എന്റെ പ്രിയപ്പെട്ടവരെ നന്മ പൂത്തുലയും.